ബാലുഗിരി സാർ, ഞങ്ങള് പപ്പുവേട്ടന്റെ പല പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സിനിമകളിൽ പപ്പുവേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പപ്പുവേട്ടന്റെ നല്ല സുഹൃത്താണ്. പപ്പുവേട്ടന്റെ നല്ല ഓർമ്മകൾ എന്തെല്ലാമാണ്? ആദ്യം പപ്പുവേട്ടനെ ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ആകാൻ വേണ്ടി കോളേജിൽ നിന്ന് മധ്യവേനൽ അവധി സമയം വരുമ്പോഴെല്ലാം ഞാൻ മദ്രാസിലേക്ക് പോകും. അന്ന് ബിച്ചു തിരുമല അവിടെ ഉണ്ടായിരുന്നു. അത് ബന്ധുവല്ലേ? എൻ്റെ അമ്മാവൻ്റെ മകൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എല്ലാ ഡയറക്ടേഴ്സിനും, എന്തിന് തെലുങ്ക് ഡയറക്ടേഴ്സിന് വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട്. എക്സെപ്റ്റ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അടുത്ത് മാത്രം പോയിട്ടില്ല. പോയിട്ട് കാര്യമില്ല എന്നൊരാളിൻ്റെ അടുത്ത് പറഞ്ഞു, പോണ്ടെന്ന് പറഞ്ഞു, പേടിപ്പിച്ചുകൊണ്ടാണ് പോകാത്തത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ എല്ലായിടത്തും പോയി. തിരുവനന്തപുരത്ത് മധുസാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു IV ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമലയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ പോയി. അതായത് രാമചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബിച്ചു തിരുമല, മുരളി മൂവീസ് രാമേന്ദ്ര ചേട്ടൻ, അതെ, രാമേന്ദ്ര ചേട്ടൻ, ബിച്ചു തിരുമല, IV ശശി, നമ്മുടെ വിപിൻ ദാസ് ക്യാമറാമാൻ, പിന്നെ മ്യൂസിക് ഡയറക്ടർ AT ഉമർ, ഷെരീഫ് ഖാ, അങ്ങനെ ഒരു എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരു സംഘം താമസിച്ച് അവിടുന്ന് അവരെല്ലാവരും മലയാളത്തിൽ പ്രമുഖരായി മാറിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഘം ഉണ്ടായി. സുരേഷ് കുമാർ, പിന്നെ പ്രിയദർശൻ, അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തിരുവനന്തപുരത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു ചെന്നപ്പോഴാണ് അവിടെ പപ്പുവേട്ടൻ സ്ഥിരം സന്ദർശകരാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക് ഡയറക്ടർ ഉമ്മൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അത്രേ ഉള്ളൂ. വലിയ സൗഹൃദമൊന്നും അന്നില്ല. അന്ന് ഒരു പത്രപ്രവർത്തകരും കൂടെയാണ്. ഉത്സവം സിനിമയല്ലേ? ഉത്സവം സിനിമയാണ്. കറക്റ്റ് ഉത്സവം തന്നെയാണ്. ഉത്സവം സിനിമയുടെ തന്നെ. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു ഇൻ്റർവ്യൂ, അന്ന് വിസ്താരമായെന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത്, അപ്പോഴും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഞാൻ ചായച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചൊരു സിനിമ ഷൂട്ടിങ് വന്നു. അദ്ദേഹത്തിൻ്റെ സിന്ദൂരം എന്നാണ്. JC സാറാണ് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഒരു വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 വീടുകൾ വേണം. ഒന്ന് പഴയതും ഒന്ന് പുതിയതും. ഒന്ന് നമ്മുടെ രാഗിണി മാഡത്തിൻ്റെ അഭിനേത്രിയായിട്ടുള്ള രാഗിണി, ലളിതാപത്മിനി രാഗിണി മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്ത്, ഇന്നത്തെ IG ഓഫീസ്. അതും ഇന്നത്തെ IG ഓഫീസ് അവരുടെ വീടാണോ? അവരുടെ വീട്. അതെ, അവരുടെ വീടാണ് ഇന്നത്തെ IG ഓഫീസ്. ചെറിയ വീട്. അത് മാത്രമല്ല, അതിന്റെ അപ്പുറം ഇപ്പുറം 2 വീടുണ്ട്. 3 വീടും അവരുടെ ആണെന്നാണ് തോന്നുന്നത്. ആ വീട് ചെന്ന് ഞാൻ തമ്പി അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെയ്തോളൂ, ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വേറൊരെണ്ണം കുന്നുകുഴിയിൽ ഡാമർ ബ്രദേഴ്സിൽ എൻ്റെ ഒരു വീട്, പുത്തൻ വീട്, പാലുകാഴ്ചതേ ഉള്ളൂ, അതും സംഘടിപ്പിച്ചു. അപ്പം ഞാനിങ്ങനെ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അല്ല, കുന്നുകുഴിയിലെ ഡാമർ ബ്രദേഴ്സ്, BKN പിള്ള, ഡാമർ ബ്രദേഴ്സ് BKN പിള്ള. അപ്പോൾ ആ 2 വീടും സെറ്റ്. ആ BKN പിള്ള എൻ്റെ ഒരു അകന്ന റിലേഷനാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അങ്ങനെ അതായത് ഷൂട്ടിങ്ങിന് വേണ്ടി 2 വീട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അസ്മാദി എന്ന് പറയും, കൂടെ നടക്കുന്നവൻ, സിനിമാക്കാരുടെ കൂടെ നടക്കുന്നവൻ അസ്മാദി. പക്ഷെ സംവിധായകനാവണമെന്നാണ് ആഗ്രഹം. അപ്പോഴും ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ BSc പഠിക്കുകയാണ്, MG കോളേജിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വെച്ചിട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത്, ചന്ദ്രകുമാർ സാറിനെ. ചന്ദ്രകുമാർ സാറിൻ്റെ ഒരു എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ക്ലാപ്പ് എടുത്ത് തന്നത് പിന്നീട് വന്ന മധുരം തിരുമധുരം എന്നുള്ള സിനിമയിലാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. ക്ലാപ്പ് എടുത്ത് തന്നത് ഡോക്ടർ ബാലകൃഷ്ണനാണെങ്കിലും ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് വായിക്കാൻ തരുന്ന അദ്ദേഹമാണ്. ഒരു മനുഷ്യൻ തരില്ല അന്നത്തെ കാലത്ത്, സ്ക്രിപ്റ്റ് കയ്യിൽ തരില്ല. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് തരില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ എഡിറ്റിംഗിൽ കയറ്റില്ല, എല്ലാം അകറ്റി നിർത്തും. ശകല വിദ്യാഭ്യാസവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ജോലി പോക്കാണ്. അവനെ അടുപ്പിക്കില്ല. സാറിന് അതറിയാം. അപ്പോൾ എന്തായാലും ശരി, എനിക്ക് സ്ക്രിപ്റ്റ് എടുത്തത്. അതുകൊണ്ട് ആ ഒരു എന്റെ ഗുരുവാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ അയോഗ്യത ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അവിടെ വെച്ച് ഒരു സംഘമുണ്ട്, ഡോക്ടർ ബാലകൃഷ്ണന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സംഘം. അതിലൊന്നാണ് പറവൂർ ഭരതൻ. അപ്പൊ ഭരതൻ ചേട്ടൻ വന്നില്ല. അപ്പൊ ഞാൻ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അറിയാൻ പറ്റില്ല. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. അങ്ങനത്തെ പറ്റി ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ, ഞാനുണ്ട്, കൊച്ചിൻ ഹനീഫയുണ്ട്, ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ഒരു പിള്ളച്ചേട്ടനാണ് പ്രൊഡക്ഷൻ KPC പിള്ളച്ചേട്ടൻ.
പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, പുതിയത് ആരായിരുന്നാലും ശരി തിരുവനന്തപുരത്ത് ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ഒരു നാടകം കണ്ടു. ആ നാടകത്തിൽ ഒരു കോമഡിയനുണ്ട്, അസാധ്യമായിട്ട് അഭിനയിക്കുന്നു. പിന്നെ അതാരാണെന്ന് ചോദിച്ചു. ആരെന്ന് എനിക്കറിഞ്ഞൂടാ. മാള അരവിന്ദൻ എന്ന് പറയുന്നത് എന്ന് അനൗൺസ്മെന്റ് കേട്ടു. പിള്ളേ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അയാളെ അപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഉടനെ ചന്ദ്രമ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്. പിന്നെ അപ്പോൾ ബാലു പറഞ്ഞു കൊള്ളാമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പപ്പുവേട്ടൻ അതിൽ അട്ടമാരൻ പപ്പുവേട്ടനെ അത് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു നാടകത്തിലുള്ള ഒരാളെ അറിയാമോ എന്ന് ചോദിച്ചു. അറിയാം, അവൻ മിടുക്കനാ, നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുതിരവ മാള അരവിന്ദൻ ആദ്യമായി സിനിമ നടനായി വരുന്നത്. മാള അരവിന്ദൻ മാളാന്ന് ടെലഗ്രാം കൊടുത്തു. പിറ്റേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പപ്പുവേട്ടനാണ് ഇതിന്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. അയാള് നല്ല കലാകാരനാണെന്ന് പറഞ്ഞ ഒരാൾ വരാനായിട്ട് പറയുന്നത് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ബാലു എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനാണോ ശ്രമിക്കുന്നതെന്ന് കൂടെ ചോദിച്ചു. തമാശ, അത് തമാശക്ക് ചോദിക്കുന്നത്. പക്ഷേ കാരണം തമാശക്ക് അങ്ങനെ തമാശയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ ഗ്യാരണ്ടി കൊടുക്കാണ്ടിരുന്നാൽ മതി. ഗ്യാരണ്ടി കൊടുത്തു. നല്ലതാണ് വിളിച്ചോളാൻ നല്ലതാണ് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വന്നു അദ്ദേഹം. പിന്നെ സിനിമാ നടനായി മാറി. അത് വൈകുന്നേരം പക്ഷെ പറഞ്ഞു ഈ നിൽക്കുന്ന പിന്നെ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറല്ല, ഡോക്ടർ ബാലകൃഷ്ണന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹവും പത്രപ്രവർത്തകനാണ്. ഇദ്ദേഹവും പിന്നെ റെക്കമെൻഡ് ചെയ്തത് ഞാനാണ്, ഞങ്ങൾ ആണ് വേണ്ടത്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിന് സമ്മതം മൂളിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിക്കില്ല, നമുക്കൊരു ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഫുൾ ബോട്ടിലൊക്കെ മേടിപ്പിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തിച്ചു പപ്പുവേട്ടൻ. അങ്ങനെയാണ് പപ്പുവേട്ടനായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നത്. ബന്ധം ഈ മാളച്ചേട്ടനെ കാസ്റ്റ് ചെയ്യൽ വഴിയായിട്ടാണ് പപ്പുച്ചേട്ടനുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. ഈ രാജചേട്ടന് ഇതിനിടയിൽ എന്നോട് ഇത് പറഞ്ഞില്ലേ, നിങ്ങള് ആരുടെ ഒരു ആക്ട്രസിന്റെ ഫുഡ് എടുത്ത ഒരാൾ കഴിക്കാൻ വന്നിട്ട് രക്ഷപ്പെട്ടെന്നുള്ളത് മഴ പെയ്യുന്ന മദ്ദളം. അതെന്തായിരുന്നു സംഭവം? പ്രിയദർശന്റെ മഴ പെയ്യുന്ന മദ്ദളം കൊണ്ടെന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് താര ഹോട്ടലിലാണ്, സുലൈമാന്റെ ഹോട്ടലാണ്. അതാണ് പിൽക്കാലത്ത് ഇപ്പൊ എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റലായി മാറിയത്. അപ്പൊ അവിടെയാണ് ഇതിന്റെ 90% നമ്മൾ ആ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ് സംഭവം. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാത്രി ഒരു ദിവസം ലിസി വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ പേര് നടി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ലോക്കൽ 2 ഗുണ്ടകൾ എങ്ങനെയോ ഇതിനകത്ത് കയറിയിട്ട് ലിസിയുടെ സുഖമാണോ എന്തൊക്കെയുണ്ട് വിഷയം, ഇതെന്താണ് ചിക്കനും ചപ്പാത്തിയോ, സിനിമാക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം നിന്ന് ചപ്പാത്തി എടുത്തൊരു ചിക്കൻ പീസ് അവരുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ച്, എന്നിട്ട് ലിസിയുടെ തലയിൽ നിന്ന് തലയോടുകയും ചെയ്തു. ലിസി കിടന്ന് വിളിച്ച് അപ്പോഴത്തേക്ക് അവിടുത്തെ മേക്കപ്പ് മാനോ അവരെല്ലാം ഓടി വന്ന് രോമാരെ ശരിക്കും അടി കൊടുത്തല്ല, അടി കൊടുക്കേണ്ട സിറ്റുവേഷൻ, അടി കൊടുത്ത് പോയി. പക്ഷേ ഇത് നടക്കുന്നത് രാത്രി ഒരു 9 മണിക്കാണ്. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും ഒരു സംഘം വരുന്നുണ്ട്, ഒരു 10-20 പേരുണ്ട് ഇങ്ങോട്ട്. നമ്മളെല്ലാം പേടിച്ചു. ഇവന്മാരുടെ കൂട്ടുകാർ ഇവന്മാർ അടിച്ചതിന്റെ പ്രതിഷേധം ഒരു തന്നെ കയ്യൊക്കെ അടിച്ചു തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പപ്പുവട്ടനുണ്ട്. ചില സമയത്ത് ചിലർക്ക് ഐഡിയകളല്ലോ, നമ്മളതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഡമ്മി ഗദ, വാള്, പരിച, കുന്തമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. മഴ പെയ്യുന്നു മറ്റേ വാൾപേറ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടി താര ഹോട്ടലിൽ റൂമിൽ കിടക്കായിരുന്നു. പപ്പൂട്ടൻ പറഞ്ഞു എല്ലാവരും ഓരോന്ന് എടുക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വാള് കുന്തും അതൊക്കെ എടുത്തോണ്ട് യോമാരെടുത്തോണ്ട് അലറി വിളിച്ചോണ്ട് ഓടി വരികയാണ്. യോമാരെല്ലാം കൂടെ പേടിച്ചു ഓടി പുറത്തുപോയി. പിന്നെയാണ് പോലീസൊക്കെ വരുന്നത്. അപ്പം പപ്പുവട്ടൻ അന്ന് ആ ഒരു ഐഡിയ ഒന്നില്ലെങ്കിൽ അവന്മാരെല്ലാം നമ്മളെല്ലാം ഇടിച്ച് റൊട്ടിയാക്കിയായിരുന്നു സംഭവം. അങ്ങനെ നമ്മളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് പപ്പുവട്ടൻ. അല്ല ഈ പിന്നെ നേരത്തെ പറഞ്ഞ ഈ മാളാച്ചേട്ടൻ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഹോട്ടലും ഈ താര ഹോട്ടലാണ്. അവിടെയാണ് സിന്ദൂരത്തിന്റെ വർക്ക് നടന്നിരുന്നത്. ഇവരെല്ലാരും താമസിച്ചിരുന്ന അവിടെയാണ്. രണ്ടാമത് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചത് രാജു എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പിന്നീട് അവർ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ അസ്രാണി എന്ന് പറയുന്ന ഹിന്ദി നടൻ നമ്മുടെ ഷോലയിലൊക്കെ പോലീസ് അഭിനയിച്ച കാംചോർ എന്ന് പറയുന്ന സിനിമ, അതായത് ഒരു കെ വിശ്വനാഥ് സാർ എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും സൂപ്പർ ഒരു ഗുരുതുല്യൻ, നമ്മുടെ എല്ലാം ഗുരുവായിട്ടുള്ള വിശ്വനാഥ് സാറിൻ്റെ ഒരു സിനിമയാണ് ഞങ്ങൾ 2 പേര് റീമേക്ക് ചെയ്തു. ഒന്ന് ഞാൻ മലയാളത്തിലും നമ്മുടെ രാകേഷ് റോഷൻ അത് ഹിന്ദിയിൽ കാംചോർ എന്ന് റീമേക്ക് ചെയ്തു. ഹിന്ദിയിൽ മമ്മൂട്ടിയാണ് നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചത്. അതിൽ രാകേഷ് റോഷൻ തന്നെയാണ് ജയപ്രദ അഭിനയിച്ചു. അതിനകത്ത് അസ്രാനി അഭിനയിച്ച വേഷം രാജു ചെയ്തു. മാത്രമല്ല രാജുവിനെ കുറിച്ച് ഞാനൊരു പാട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മണിയമ്പിള്ള എന്ന് പറഞ്ഞു. ഈ ഇപ്പൊ പാട്ടിനെ പറ്റി പറയുമ്പം ഈ പപ്പുവേട്ടന്റെ ഒരു കരിയർ ഞാമല്ല, പാട്ട് സീനുകൾ അദ്ദേഹത്തിന് നല്ല കുറെ പാട്ട് സീനുകളിലൊക്കെ ഒറ്റ എന്നിട്ട് അന്ന് ഈ കോമഡി നടൻ ഒരു പാട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ റെയറാണ്. നല്ല പാട്ടുകൾ കിട്ടിയതിൽ വലിയൊരു അത്ഭുതമുള്ളത് തളിരിട്ട് കിനാക്കൾ എന്നോ മറ്റോ പറഞ്ഞൊരു പടത്തില് മുഹമ്മദ് റാഫി പാടിയ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ പ്രൊഫൈലിൽ ഇത് കിടപ്പുണ്ട്, ഒരു മലയാളം പടം.
എന്നിട്ട് ഇത് ആരുടാന്ന് പറഞ്ഞ് നോക്കി കഴിയുമ്പം ഞാനാണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ, എന്റെ ഏട്ടനാണ് അതിന്റെ ഡയറക്ടർ. ഞാൻ പോവാ. പി ഗോപികുമാർ ഡയറക്ടർ, അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനാണ്. ആ അതെങ്ങനെയാണ്? എനിക്ക് അതൊന്നും അതിന്റെ ഒരു കഥ പറയാം. എങ്ങനെയാണ് മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് അതിൽ വന്നിരിക്കുന്നത്? അല്ല, മുഹമ്മദ് റാഫിയെ വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിതിൻ ഷ്യാം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ബോംബെയിലാണ് ഉണ്ടായിരുന്നത്. ബോംബെയിലുള്ള സമയത്ത് മുഹമ്മദ് റാഫിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് വേണമെന്ന് കൊച്ചിയിലുള്ള കുറെ സംഗീതമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരാണ് ആ സിനിമയുടെ പിന്നിലെ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അവർക്ക് റാഫി പാടുന്നു എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റാഫിയെ വെച്ചിട്ട് എല്ലാ അനൗൺസ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റാഫി മരിച്ചുപോയി. അപ്പോൾ റാഫി, ഇതേ മ്യൂസിക് ഡയറക്ടർ റാഫിയെ വെച്ച് വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ പാട്ട് എടുത്തിട്ട് അതിന് പകരം ഈ സിനിമയിൽ അത് ഇതിനൊരു കാര്യമുണ്ട്. ഇത് എന്താ കാര്യം എന്നറിയാമോ? ഈ പാട്ട് ഞാൻ കേട്ടു. ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ ആദ്യം ഓർത്തു, നമ്മളിപ്പോ ചില സിനിമകളിൽ ഹിന്ദിയിലൊക്കെ ഇറങ്ങുന്ന വേറെ പാട്ടുകളുടെ റൈറ്റ്സ് നമുക്ക് മേടിക്കാമല്ലോ. ഓൾറെഡി ഇറങ്ങിയ ഒരു പടത്തിന്റെ പാട്ടിന്റെ റൈറ്റ്സ് മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഈ പാട്ടിന്റെ റൈറ്റ്സ് എടുത്തിട്ട് ചെയ്തതായിരിക്കും. കാരണം ഒരു മലയാളം പടത്തിന് അന്ന് താങ്ങാവുന്ന ഒരു പാട്ടല്ല. അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വയലിനും കാര്യങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ ആലോചിച്ചു, പപ്പുച്ചേട്ടൻ ഒരു പാട്ടിന് ഇത്ര ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു പാട്ട് കോപ്പിറൈറ്റ് എടുത്തതായിരിക്കും ഓർത്ത് ഞാൻ ഈ പാട്ടിന്റെ ഹിന്ദി തപ്പിയപ്പോ ഹിന്ദി പടങ്ങളിലില്ല. ആ പാട്ട് തളിരിട്ട് കിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മാത്രമേ ഉള്ളൂ. തളിരിട്ട് കിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടുണ്ട്. അതിൽ കുതിരോട്ടം പപ്പുച്ചേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി അവിടെ ഏതോ ഹിന്ദി പടത്തിന് വേണ്ടി ചെയ്തൊരു പാട്ട് അതുപോലെ മേടിച്ചതാണ് അല്ലേ? ഈ ജിതിൻ ശ്യാമിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്റെ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എന്റെ വിസ എന്ന് പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ ആദ്യമായിട്ട് കോമഡി അഭിനയിക്കുന്നത് എന്റെ സിനിമയിലാണ്, വിസ എന്നുള്ള സിനിമയിൽ. കാച്ചിൽ വിളയിൽ ഔസേപ്പുലോനാൻ സണ്ണിക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്തത് നമ്മുടെ ജിതിൻ ശ്യാമാണ്. ഈ ജിതിൻ ശ്യാമും പപ്പുവേട്ടനും തമ്മിലൊരു ബന്ധമുണ്ട്. ജിതിൻ ശ്യാം മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ ഈ മാളാച്ചേട്ടനും പപ്പുവേട്ടനും ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര മ്യൂസിക്കാണ് രാത്രി. പപ്പുവേട്ടൻ മാളച്ചേട്ടൻ തബല വായിക്കും. ഇവര് കമ്പോസിംഗ് അല്ല, ഇങ്ങനെ ഹിന്ദി ഗസൽസ് ഇങ്ങനെ പാടി അതെല്ലാം ആസ്വദിച്ചോണ്ടിരിക്കുന്ന സംഗതി ഒഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നൊരു പാട്ടൊക്കെ അത് എന്റെ പടത്തിലാണ്, വിസയിലുള്ള. അത് അതിനകത്ത് നല്ല താലി പീലി കാട്ടിലാടും ഒരു കായാമ്പു കൊട്ടാരം. അതെ, അത് നമ്മുടെ ശാന്തികൃഷ്ണൻ ശ്രീനാഥും ആണ് അതിനകത്ത് ഹീറോയിൻ അവരായിരുന്നു മെയിൻ സെൻട്രൽ ക്യാരക്ടർ. പക്ഷെ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ബഹദൂർക്കുണ്ട്. അതിനകത്താണ് ജഗദീഷ് ശ്രീകുമാർ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നു. അതിന് പകരം വന്നതാണ് നമ്മുടെ ബഹദൂർക്ക് ആ ക്യാരക്ടർ.